വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം നിർത്തിയത് സംസ്ഥാനത്തെ ഹോട്ടലുകളെയും ബാധിച്ചു തുടങ്ങി. കാറ്ററിംഗ് സ്ഥാപനങ്ങളും മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലാണ്. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഭക്ഷണം ഉണ്ടാകില്ലെന്ന് തിരുവനന്തപുരത്തെ ചില ഹോസ്റ്റലുകൾ താമസക്കാരെ അറിയിച്ചിരിക്കുകയാണ്. നിയന്ത്രണത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയച്ചു. ഇന്നത്തെ അവസ്ഥ നാളെയും തുടർന്നാൽ ഭൂരിഭാഗം ഹോട്ടലുകളിലും താഴെ വീഴും. 10 സിലിണ്ടർ വരെ ആവശ്യമുള്ള സ്ഥലത്ത് 1-2 മാത്രമാണ് ഇനി ബാക്കി. പാചകവാതകത്തിന് പകരം വിറക് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാ ഭക്ഷണങ്ങളും വിറകടുപ്പിൽ പാകം ചെയ്യാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധിയാണ്. കാരണം പാചകവാതക ഗ്യാസ് ഇല്ലെങ്കിൽ യാതൊരു കാര്യം നടക്കാത്തൊരവസ്ഥയാണുള്ളത്. ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. നിയന്ത്രണം മാറ്റണമെന്ന നിലപാടിലാണ് സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ. ആവശ്യമുന്നയിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് കത്ത് നൽകി. ഇന്നത്തെ അവസ്ഥ വിലയിരുത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് നേരിട്ട് കത്തെഴുതാൻ വേണ്ടി ഇന്നലെ തീരുമാനിക്കുകയുണ്ടായി. കളക്ടറുടെ നേതൃത്വത്തിലും റവന്യൂ RDO അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും അതെല്ലാം തന്നെ നിയന്ത്രിക്കാനുമുള്ള കർശനമായ നിർദ്ദേശങ്ങളും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. കേറ്ററിംഗ് സ്ഥാപനങ്ങളും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലെത്തി. ഹോസ്റ്റലുകളിൽ നാളെ മുതൽ ഭക്ഷണം ഉണ്ടാവില്ലെന്ന് കാണിച്ച് താമസക്കാർക്ക് നടത്തിപ്പുകാർ നോട്ടീസ് നൽകുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.